തൊട്ടോ ഇനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂക്കുയിലേ. കൈരളി ടിവിയുടെ മിന്നാം മിനുങ്ങ് എന്ന ഈ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. Welcome to Minna Minunga, powered by Lakshmi Jewelry and celebrated by Eastern. പതിവ് പോലെ നമ്മുടെ ജഡ്ജസിലേക്ക് തമിഴകത്തിന്റെ ഗ്രാമീണ സംഗീതജ്ഞൻ കുപ്പസ്വാമി സർ, മത്സരാർത്ഥികളുടെ പ്രിയപ്പെട്ട ജഡ്ജ് ശ്രീമതി മഹദി. അടുത്തതായി മേഘ എനിക്ക് ജാസി ഗിഫ്റ്റ് സാറിന് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ ആണോ സർ? Man with truckload of humor and music in his mind. Jazzy Gift sir. നമോ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത് പ്രജൂബിൽ നിന്നാണ്. സോ ലെറ്റ്സ് വെൽക്കം പ്രജൂബ്. ഏത് റൗണ്ടാണ് ഇത്? മണി ഹിറ്റ്സ്. മണി ഹിറ്റ്സ്. അപ്പോൾ നമുക്ക് പ്രജൂബിന്റെ പെർഫോമൻസ് കാണാം അല്ലേ? ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടില് കല്യാണ എന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ഓടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. കാണും ചുമരിന്മേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. കുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മധുരല്ല പച്ചില പാമ്പിനു പത്തിയില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ഉപ്പ് മുളക്കില്ല പാലിനോ കൈപ്പില്ല വീണയിൽ നീട്ടാത്ത രാഗമില്ല. ഉപ്പ് മുളക്കില്ല പാലിനോ കൈപ്പില്ല വീണയിൽ നീട്ടാത്ത രാഗമില്ല. പെണ്ണൊരും വെട്ടാലോ പെരുമ്പാമ്പും വഴിമാറും കണ്ടാലറിയാത്തോൻ കൊണ്ടറിയും.
പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ കിട്ടില്ല, കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പെണ്ണിനെ കിട്ടില്ല, കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പ്രജുബേ, അപ്പോ ആക്റ്റീവ് എനർജി ഒക്കെ വന്നോ? വന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം, വന്നോ, എനർജി വന്നോ ഇല്ലയോ എന്ന്. കുപ്പുசாமி சார், இது நல்லா ரசிக்கும்படியா இருந்தது. அவருடைய பாட்டு அதனால உங்களுக்கு அந்த எனர்ஜி கொடுத்துருக்கு. அது ஒரு உண்மை, நம்ம சத்தியமான உண்மை. நல்லா இருக்கு. இதே மாதிரி கீப் அப் பண்ணணும், இன்னும் வரணும் இல்லையா? நிறைய பாடணும், எனர்ஜிக்கா இருக்கணும், ஜாய்ஃபுல்லா இருக்கணும், அவர் ஈடுபாடு இருக்கணும். ஏன்னா நாடன் பாட்டுகள் நம்முடைய பாட்டு, நம்ம பாட்டு அப்படின்னு ஒரு உணர்வு வரும். அதுதான் நாடன் பாட்டு, அந்த வேணும். அது இப்பதான் வந்திருக்கு உங்களுக்கு, இனியும் வரும், சிறப்பா இருக்கும். குட். താങ്ക് യു സർ. പുഷ്പാനം സർ ഭയങ്കര ഹ്യൂമിലിറ്റിയോടെ അത്രയും കമന്റ്സ് പറഞ്ഞു നിർത്തി. ഇതിന്റെ തമിഴ് വെർഷൻ പാടിയിരിക്കുന്നത് പുഷ്പന സാറാ. വാവ്. സോ പ്ലീസ് കുറച്ച് ലിറിക്സ് അറിയില്ല എന്ന് പറഞ്ഞോണ്ട് പാടിപ്പിക്കരുത്. இல்ல, சுத்தமா மறந்து போச்சு. ஆனா அந்த ஓடப்பழம் மட்டும் ஞாபகம் இருக்கு. அந்த பாட்டை போட்டு காமிச்சாங்க, அவர் நடிச்சதை போட்டு காமிச்சாங்க. அப்ப அந்த ஓடப்பழம் மட்டும் ஞாபகம் இருக்கு. ஆனா தமிழ்ல நான் பாடிட்டு வந்தேன், அதுக்கு பிறகு எனக்கு சிடியே வரல, அதனால சுத்தமா ஞாபகம் இல்ல என்ன வரிங்கிறது ஞாபகம். இந்த ஓடப்பழம் மட்டும் ஞாபகம் இருக்கு. அதுக்கு பிறகுதான் எனக்கு ஞாபகம் வருதோ இந்த பாட்டோட தமிழ் நம்ம பாடி இருக்கோமே. വെരി ഗുഡ്. താങ്ക്സ്. സിംഗിങ് വൈസ് ഓൾസോ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിച്ചിങ് ഒക്കെ ക്ലീൻ ആയിരുന്നു. ഡാൻസ് ചെയ്ത് BGM മാത്രം ഞങ്ങൾ ഡാൻസ് ചെയ്യുള്ളൂ കേട്ടോ. പക്ഷെ BGM കഴിഞ്ഞ ലാസ്റ്റ് ബാർ ഞങ്ങൾ കോൺഷ്യസ് ആവും, പാടാൻ തുടങ്ങും. എനിവേസ് വെരി നൈസ് പ്രജു. അവസാനം ഒരു എന്തെങ്കിലും മറന്ന പോലെ ഒരു, അത് അഭിനയിച്ചതാണോ അല്ല ശരിക്കും എന്തെങ്കിലും മറന്നോ? അഭിനയിച്ചത് ആ ഒരു ഫീലിംഗ് വരുന്നത്. സോ എനിവേസ് പ്രജു, അത് മറന്നായാലും മറന്ന പോലെ അഭിനയിച്ചാലും വാട്ട് എവർ, ഇറ്റ് വാസ് നൈസ്. ഫൈനലി നിങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടി പറയാണ്, നിങ്ങൾ നിർത്തണത് എവിടെയാ നിർത്തേണ്ടേ, ഒരു കൺഫ്യൂഷൻ, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ക്യാമറയും ലൈറ്റ്സും എല്ലാവരും പ്രേക്ഷകരൊക്കെ നോക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവും. ആ സമയത്ത് ഒരു ചെറിയ ഐ കോൺടാക്ട് അവരുടെ കൂടെ, അല്ലെങ്കിൽ 1 2 3 4 വെറുതെ ഒന്ന് കൈ കൊണ്ട് കാണിക്കുക. ഓക്കെ, ദോസ് ആർ മൈൽഡ് ജെസ്റ്റേഴ്സ്. അത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ടു ഓൾ കണ്ടസ്റ്റൻസ്. സോ വേ ടു ഗോ പ്രജു, വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച് മാം. പ്രത്യേകിച്ച് ഡാൻസ് ചെയ്തു. പിന്നെ നമ്മൾ പറയുന്ന പാട്ട് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് പാടുന്നതിന് മുമ്പ് ഒന്ന് തൊണ്ട ഒന്ന് ഇതാക്കുക, കുറച്ച് വെള്ളം എന്തെങ്കിലും കുടിച്ചൊന്ന് ക്ലിയർ ആക്കിയിട്ട് പാടി ഇനിയും ബെറ്റർ ആയിരിക്കും. വോയിസും പാടിയ സ്റ്റൈലൊക്കെ നല്ലതായിട്ടുണ്ട്. കുറച്ചുകൂടെ മൈക്ക് ക്ലോസ് ചെയ്താൽ ഇനിയും വോളിയം കിട്ടും. ഡാൻസ് നല്ലതായിരുന്നു. ഈ പറയുന്നത് പോലെ തന്നെ മോനെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇനി അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മൾ, ഞാനും ജിനോയും ഞങ്ങളെല്ലാവരും ഒന്ന് പ്ലാൻ ചെയ്യട്ടെ, എന്തൊക്കെയാണ് പ്രജുവിനെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കാൻ. അത് ജിനോ ചേട്ടനാണ് എന്നെ കളിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. വലിയൊരു താങ്ക്സ്. ജിനോയ്ക്ക് അങ്ങനെ തന്നെ വേണം. ഇത് ഫുൾ എപ്പിസോഡ് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും ജിനോയുടെ മേലില്. നല്ലതായിരുന്നു പ്രജുമേ, നല്ലതായിരുന്നു. ഇനി അടുത്ത റൗണ്ട് വരുമ്പോഴത്തേക്ക് പാട്ട് വളരെ ശ്രദ്ധിക്കുക. പാട്ടിന്റെ സെലക്ഷൻ വളരെ പറ്റുന്ന പാട്ടെടുക്കുക. തീരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോങ്ങും അതൊക്കെ എടുത്തോണ്ട് വരിക. ഓക്കെ, ശരി. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു, എനർജി പാക്ഡ് പെർഫോമൻസ് തന്നെയായിരുന്നു. ആൻഡ് മഹദി മാം കുറെ ടിപ്സ് ഓൾസോ തന്നിട്ടുണ്ട്. സോ അതൊക്കെ മനസ്സിൽ വെക്കൂ. അപ്പോൾ മാർക്സിലേക്ക് കിടക്കാം. അപ്പോൾ കുപ്പുசாமி സർ, മാർക്സ് ഓൺ 30. ஓ அப்படியா? அவ்வளவு வேணுமா? நோ, மார்க்ஸ் அவுட் ஆஃப் 30. ஓ, அவுட் ஆஃப் ஒரு 20. ஓகே ஃபைன். 20 போதுமா? ஓகே போதுமா? நான் கூட்டணும். 21 போதுமா? 25. 25. ஓகே, 25. 130.
Aditi ma'am. 25 കൂടുതൽ വേണ്ട അല്ലേ? അപ്പൊ 25. No. But self-assessment is very good. 25 then. 25 on 30. Jesse sir. പ്രജുവിന് 30-ല് 25 മാർക്ക്. Thank you so much judges. അപ്പോൾ 75 on 90. Last time ഒക്കെ improve ആയില്ലേ മാർക്സ്? ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല മാർക്സ് ആണ്. ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ നോക്കൂ. ഇനി ഇംപ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് ഇസ് വാട്ട് ജഡ്ജസ് സെഡ്. അപ്പോൾ അതിനൊക്കെ മനസ്സിലാക്കി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഫർദർ പെർഫോമൻസസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. സോ ആ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഇസ് ഗൗരി. ഗൗരി ചേച്ചി കറുപ്പ് ദാൻ ആണോ പിടിച്ച കളറ്? അല്ല. അല്ല. ഓക്കെ ഫൈൻ. എനിവേ നല്ല ഡ്രസ്സ് തന്നെയാണ്. ആൻഡ് ഏത് റൗണ്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ഫിലിം സോങ് റൗണ്ട്. ഫിലിം സോങ് റൗണ്ടിലാണ്. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. ഒട്ടും സമയം കളയുന്നില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പെർഫോമൻസ്. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. ഏതോ ഒരു കാതിൽ തേങ്ങലു കേട്ടു കൊയ്യേണ്ട വെൽ
നൈസ് പെർഫോമൻസ്. Thank you. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ വി ഹാവ് ടു നോ ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. സോ കുപ്പുസ്വാമി സർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുപ്പുസ്വാമി സർ, கௌரி நீங்க பாடிய பாட்டு கச்சிதமான நாடன் பாட்டு, கைகொட்டி நானும் தாளம் போட்டு களிப்படைஞ்சேன் அதை கேட்டு. கௌரி நீங்க பாடிய பாட்டு கச்சிதமான நாடன் பாட்டு, கைகொட்டி நானு தாளம் போட்டு களிப்படைஞ்சேன் அதை கேட்டு, களிப்படைஞ்சேன் அதை கேட்டு. அருமை, ரொம்ப அருமையாக பாடுங்க. நல்லா வாய்ஸ் நல்லா த்ரோவாக இருந்தது. நாங்கள் எதிர்பார்த்தது மாதிரி அந்த நாடன் பாட்டுகளை என்ன ஸ்டைலில் பாடணுமோ அந்த ஸ்டைலில் பாடிருக்கீங்க. அருமை, ஒன்றும் குறை சொல்ல முடியாது. பிரமாதம். താങ്ക് യു സർ. മാം, ഗൗരി, Ma'am. നൈസ് സിംഗിങ്, നൈസ് Thank you, സിംഗിങ്. ma'am. ഗൗരിയുടെ വോയിസ് നല്ല ത്രോ ഉണ്ടായിരുന്നു. ആ ത്രോ ബിഗിനിങ് തൊട്ട് എൻഡ് വരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്. സോ ഐ തിങ്ക് എല്ലാവർക്കും ഒരു ചൂട് പിടിച്ചു തുടങ്ങി. സോ ഡെഫിനറ്റ്ലി ഗുഡ് പെർഫോമൻസ്. ഇതുപോലെ ഇനിയും അത് ഇംപ്രൂവ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. നൈസ്, വെരി നൈസ് പെർഫോമൻസ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. ശശി സർ, ഗൗരി, നമ്മുടെ സാറ് പറഞ്ഞ പോലെ അരുമയായിരിക്കുന്നു. Thank you, sir. ഇതുപോലെ അരുമയായിട്ട് അങ്ങ് പോട്ടെ. പിള്ളേർ താങ്ക് യു സർ. അപ്പോൾ നല്ല കമൻസ് ആണ്. ഒരു തെറ്റുപോലും ജഡ്ജസ് പറഞ്ഞില്ല. സോ അത്ര പെർഫെക്റ്റ് സിംഗിങ് ആയിരുന്നു ഗൗരിയുടെ. ഐ തിങ്ക് സോ, ഐ ബിലീവ്. അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇവര് കമൻസ് ആർ ഈക്വൽ ടു മാർക്സ് ആണോ നമുക്ക് നോക്കാം. അപ്പോൾ കുപ്പുസ്വാമി സർ, മാർക്സ്. ஒரு 30ல் ஒரு 3 குறைக்கும். ഓ വാവ്, 27 on 30. മഹദി മാം, ഓക്കെ, ഏതായാലും ഫ്ലോലെസ് ആയിരുന്നു പെർഫോമൻസ്. ബട്ട് വാവ്, അങ്ങനെ പറയാൻ പറ്റില്ല. വാവ്. സോ ഐ ഗിവ് യു 24. 24 on 30. ശശി സർ, ഇതിലെ ഗൗരിയുടെ പാട്ടും ഈ ഡ്രസ്സുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു അറബി കുട്ടി എന്ന് നാടൻ പാട്ട് പാടുന്ന പോലെയാണ്. അതുകൊണ്ട് ഞാൻ 25 മാർക്ക്. അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾ നോക്കും. ഒരു നാടൻ പാട്ട് പാടുമ്പോഴത്തേക്ക് ഒരു അറബിക് ഡ്രസ്സ് ഇവിടെ ഇടാൻ പാടില്ല എന്ന് പാവം. എന്റെ ഒരു തീരുമാനമാണ്. വേറെ ആരും കണക്കിലെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. ഞാൻ വിഷ്വല് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നി, ഒരു അറബി കുട്ടി എന്നൊരു നാടൻ പാട്ട് പാടുന്നു, നല്ല രസമാണ്. അതുകൊണ്ട് 25 മാർക്ക്. ഓക്കെ, താങ്ക് യു ജസിയേട്ടാ. അപ്പോൾ 76 on 90. ദാറ്റ്സ് എ ഗുഡ് സ്കോർ. നല്ല സ്കോർ തന്നെയാണ്. സോ ഇനിയും ബെറ്റർ ആവാനുള്ള സ്കോപ്പ് ഉണ്ട്. സോ ട്രൈ ടു ഡു ബെറ്റർ. ട്രൈ ടു സ്കോർ 80 ആൻഡ് ബി ദ ഹൈസ്റ്റ് സ്കോറർ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് none other than the performer നിസാറുദ്ദീൻ ഷാ. അപ്പോൾ ഞാൻ കോൺഫിഡൻസിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ആക്ച്വലി ഈ ഷോയിൽ എനിക്ക് കോൺഫിഡൻസ് തരുന്നത് നിസാറുദ്ദീൻ ആയിരുന്നു. ഓരോ ടേക്കിന് മുമ്പ് നിസാറുദ്ദീൻ ആയിരുന്നു പറഞ്ഞ ഏക നല്ല ഇങ്ങനെ ഒരു ജോഷിൽ പറഞ്ഞോ, ഈ ഒരു കോൺഫിഡൻസ് ലെവൽ, ഈ ഒരു ലെവലിൽ പറഞ്ഞോ. അപ്പോൾ നിസാറുദ്ദീൻ തന്നെയാണ് എനിക്ക് കോൺഫിഡൻസ് തരുന്നത്. സോ ഐ ഹാവ് നോ ഡൗട്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് പെർഫോം ചെയ്യൂ. ഡു വെൽ. Thank you. പരളി 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 പൂവാലി പരളി പരളി ഇന്നലി നിരത്തി പരളി വെള്ളത്തിലോടണല്ല. പരളി 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 പൂവാലി പരളി പരളി ഇന്നലി നിരത്തി പരളി വെള്ളത്തിലോടണല്ല. പരളി 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 പൂവാലി പരളി പരളി ഇന്നലി നിരത്തി പരളി വെള്ളത്തിലോടണല്ല.
ആകാശവീതി തോറും കരഞ്ഞിത ആനന്ദ ചെമ്പരുന്ത് പറക്കണ് വട്ടം കറങ്ങി വന്നീ വയലിലെ പുള്ളി പറലുകൊത്താൻ ആകാശവീതി തോറും കരഞ്ഞിത പറക്കണ് വട്ടം കറങ്ങി വന്നീ വയലിലെ പുള്ളി പറലുകൊത്താൻ പരളി 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 പൂവാലി പരളി പരളി ഇന്നലെ നിരത്തി പരളി വെള്ളത്തിലോടനല്ല വെള്ളപ്പരപ്പ് കണ്ട് പരല് തുള്ളി കളിക്കുരുങ്ങി നിറന്ന് വിഷും വലയിലെല്ലാം നിറഞ്ഞ് തുവള്ളിപ്പൂ പരല് വെള്ളപ്പരപ്പ് കണ്ട് പരല് തുള്ളി കളിക്കുരുങ്ങി നിറന്ന് വിഷും വലയിലെല്ലാം നിറഞ്ഞ് തുവള്ളിപ്പൂ പരല് പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നിരത്തി പരലി വെള്ളത്തിലോടനല്ല പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നിരത്തി പരലി വെള്ളത്തിലോടനല്ല പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നിരത്തി പരലി വെള്ളത്തിലോടനല്ല അന്നു വയലിലെല്ലാം പരലിന്റെ തുള്ളിക്കളി തുടങ്ങി നിറന്ന് നിറം വന്നിറങ്ങി പുതു നിറച്ചും പുള്ളിച്ചം വരുന്നത് പരലി 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 പൂവാലി പരലി പരലി ഇന്നീ നിരത്തി പരലി ചോറും പുറത്തേറി പരലി 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 പൂവാലി പരലി പരലി ഇന്നീ നിരത്തി പരലി ചോറും പുറത്തേറി പരലി 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 പൂവാലി പരലി പരലി ഇന്നീ നിരത്തി പരലി ചോറും പുറത്തേറി നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. കുപ്പുസ്വാമി സർ, ரைட். இந்த தகிலை பத்தி சொல்லும் போது எனக்கு ஒரு ஜோக் ஞாபகம் வருது. அது மலையாளம் ஜோக் தான். ஒரு கல்யாண வீட்டுக்கு முன்னாடி நிறைய சக்க மரம், அப்ப சக்கப்பழம் படுத்து தொங்குது. அது பழத்தை விட்டு பந்தல் போட்டு பழம் தொங்குது, ஆனா அது மேல பந்தல் இருக்கு. அப்ப நாதஸ்வர வித்வான் வர 2 நாதஸ்வரம் 2 தவில் 1 தாளம். அப்ப நாதஸ்வர வித்வான் போய் மேடையில உட்காந்துட்டார், தவில்காரர் உட்காந்துட்டார். நாதஸ்வர வித்வான் தவில் அப்படி நாதஸ்வரத்தை அப்படி எடுத்தார் வாசிக்கிறதுக்கு. அங்க பார்த்தா சக்கப்பழம் தொங்குது. இவருக்கு சக்கப்பழம்னா ரொம்ப பிரியம். ஆனா தவில்கார்ட்ட சொல்லணும், சக்கப்பழம் இருக்குது, நான் கச்சேரி பண்ணி போகும்போது வாங்கிட்டு போலாம் அப்படின்னு. ஆனா நாதஸ்வரம் வாயில இருக்கு, சொல்ல முடியாது. உடனே இவரு வாதாபி கணபதி மறந்து போய் பாட்டு மறந்து போய் உடனே தவில்காரர் சொல்ல, சக்கப்பழம் பழுத்து. தவில்காரர் பாக்குறாரு, வாதாபி கணபதி வாசிக்கணும், இன்னும் வாசிக்கிறாரு. அங்க சக்கப்பழம் பழுத்து அப்படின்னு வாசிச்சாரு. அங்க பார்த்தா சக்கப்பழம் தூங்குது. தவில்காரருக்கு அவருக்கு பிடிக்கும். எப்ப கிட்டும் 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 அப்படி தவிர அது எதிர்த்தவர்காரர் பார்த்தாரு, என்ன அவர் இப்படி எப்ப கிட்டும்னு வாசிக்கிறாரு. அவருக்கும் சக்கப்பழம் பிடிக்குமா, அவரும் பார்த்துட்டாரு. என்னைக்கும் வேணும் என்னைக்கும் வேணும் என்னைக்கும் வேணும். இதெல்லாம் வேடிக்கை பார்த்துட்டு பின்னாடி ஒருத்தர் தாளம் போடுறது. அடே அதை வெட்ட மாட்டான், இன்னும் ஒண்ணும் அவ்வளவு விருந்தெல்லாம் இருக்கு, இன்னும் 1 வாரம் கழிச்சுதான் வெட்டுவான். உங்கள் யாருக்கும் அந்த சக்கப்பழம் கிடைக்க போறது இல்ல இல்ல இல்ல. அந்த மாதிரி ஞாபகம் வருது தவுல் பார்த்த. தேங்க்யூ. இப்ப நம்ம நசருதீன் ஷா பத்தி சொல்லணும்னா, பாட்டை சொல்லணும்னா, இந்த பாட்டை ஒரு ஸ்டெப் அந்த ஸ்பீடு குறைச்சி பாடி இருந்தா பிரமாதமா இருக்குங்கிறது என்னோட கருத்து. பாட்டு பாடும்போது இந்த பாட்டை வந்து ஸ்பீடு பண்ணி பாடுறது, அந்த அந்த எனர்ஜிக்கு அந்த த்ரோ நமக்கு இருந்தா அப்படி பாடலாம். அப்படி இல்லாத பட்சத்துல இதை வந்து கொஞ்சம் டெம்போ குறைச்சு பாடினா நல்லா இருக்குமான்னு பாடி பார்த்து அப்படி சொல்லும். நம்ம உடம்புக்கு ஏற்ற மாதிரி எப்படி ட்ரெஸ் பண்றோம், நம்ம முகத்துக்கு ஏற்ற மாதிரி எப்படி மூக்குத்தி போடுறோம், அது போல இல்லையா ஒரு பாட்டுக்கு இப்படிதான் தாளம் இருக்குங்கிறது ஒரு வரையறை இருக்கு. அது இது மாதிரி கவனிச்சு பாடணும். ஓகே, மற்றபடியெல்லாம் நல்லா இருக்கு. தேங்க்யூ. Thank you so much, sir. Mahadi ma'am.
നല്ല പെർഫോമൻസ് ആയിരുന്നു. ജനറലി നിസാറുദ്ദീന് ഒരു ആംബിയൻസ് ഉണ്ട് പാടുമ്പോൾ, ഒരു സ്റ്റേജ് പ്രസൻസും ഒരു ആകർഷണ ശക്തിയും എല്ലാം ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് പ്ലെഷർ ടു വാച്ച് യു പെർഫോം. എനിക്കും തോന്നിയായിരുന്നു സ്പീഡ് തിരി കുറച്ചിട്ടുണ്ടെങ്കിൽ നിസാറുദ്ദീന് ഒരു നല്ല സ്റ്റാമിന കിട്ടുമായിരുന്നു. നിസാറുദ്ദീന് കുറച്ച് യുനോ ഗ്യാസ്പ് ചെയ്യണ പോലെ ഒരു കിതക്കണ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആ പാട്ടിൽ. ആസ് എൻ ഓടി നടന്നിട്ട് പെർഫോം ചെയ്ത് പാടുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ടെമ്പോ എടുത്താൽ നമുക്ക് ഒത്തിരി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. അതേപോലെ നിസാറുദ്ദീൻ കുറച്ചും കൂടി ത്രോ ആകാം. നിസാറുദ്ദീൻ യു ഹാവ് എ നൈസ് ടെക്സ്ചർ ഓഫ് വോയിസ്. ആസ് സച്ച് മെലോഡിയസ് സോങ്സിന് നന്നായിട്ട് ചേരുന്ന ഒരു വോയിസ്. വെൻ ഇറ്റ് കംസ് ടു ഫോക്ക് കുറച്ചും കൂടി പവർ ആകാം. ഓക്കെ, സോ കുറച്ചും കൂടി ഓപ്പൺ ത്രോട്ടഡ് സിംഗിങ് വന്നാൽ യുൽ ബി നൈസ്. യുൽ ബി ലൈക്ക് ദിസ് ഇസ് ന്യൂ ഏജ് ഫോക്ക് വോയിസ് പോലെ. ബട്ട് ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് ഇൻ എ വേ നൈസ്. സോ ടെമ്പോ ഇത്തിരി നോക്കിക്കോളൂ എല്ലാവരും. യു ഡോണ്ട് ഹാവ് ടു ബി റിയലി ഫാസ്റ്റ് ടു കീപ് അപ്പ് ദ ടെമ്പോ. ഓക്കെ, ഗുഡ് ജോബ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ജാസി സർ, നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാന പോയിന്റ് എന്ന് വെച്ചാൽ, ഒരു പാട്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡാണ്, അതിൻ്റെ ടെമ്പോ ആണ്. നമ്മൾ പ്രത്യേകിച്ച് ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു പാട്ടിൻ്റെ സ്പീഡ് കൂടിയാൽ എത്ര മാത്രം നന്നാവും, സ്പീഡ് കുറഞ്ഞാൽ എത്ര വൃത്തികേടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ആക്ച്വലി ആ ഒരു ടെമ്പോ. അതിപ്പോൾ സാധാരണ ഈ പാട്ടുള്ള ഏത് പാട്ടാണെങ്കിലും അടിസ്ഥാനമായിട്ട് അതിൻ്റെ ഒരു സ്പീഡാണത് നിയന്ത്രിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇപ്പോഴും ഇത്. എനിക്ക് തോന്നുന്നു നിസാറുദ്ദീൻ സ്വന്തമായിട്ട് സ്പീഡ് കൂട്ടിയതാണോ, അതോ ആദ്യമേ ഈ ടെമ്പോയിൽ തന്നെ പാടാൻ വേണ്ടി ഇരുന്നത്? ഇപ്പൊ സ്റ്റേജിൽ വന്നപ്പോഴത്തേക്ക് കുറച്ചൊന്ന് കൂട്ടി. അതാണ് ആ കൂട്ടിയത്, കുറച്ചല്ല കൂടുതലായി പോയി. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് കണ്ടത്. പിന്നെ അതാണ് ഈ സ്പീഡ് കൂടുന്നവരും കൈ നിന്നെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പെർഫോമൻസും അത്ര കൂട്ടേണ്ടി വന്നു. പലരിടത്തും പോയി നിന്ന് യാചിച്ചു. ഫ്ലൂട്ടിൻ്റെ അടുത്ത് പോയി യാചിച്ചു, കീബോർഡിസ്റ്റിൻ്റെ അടുത്ത് പോയി യാചിച്ചു, ഗിറ്റാറിസ്റ്റിൻ്റെ അടുത്ത് യാചിച്ചു. ജിനോയെ അമലും ഒന്നും കൊടുത്തില്ല. ഇങ്ങനെ അത് ഇത്രയും ഈ ടെമ്പോയ്ക്കകത്ത് നിൽക്കുന്നുണ്ട്, സ്പേസ് കിട്ടാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ ആസ് യൂഷ്വൽ നിസാറുദ്ദീൻ സ്റ്റേജിൽ വളരെ പോസിറ്റീവാണ്, പ്ലസൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന പെർഫോമേഴ്സിൽ ഒരാളാണ് നിസാറുദ്ദീൻ്റെ ഇതെല്ലാം. അപ്പോൾ ഇനി നെക്സ്റ്റ് പാട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആക്രാന്ത് എന്ന് പറയുന്നത് ഈ കൂടുതൽ നമ്മൾ അമിതമായിട്ടുള്ളത് ആക്രാന്ത് എന്ന് കുറച്ചാൽ മതി. ശരി, ഗുഡ് ലക്ക്. താങ്ക് യു സർ. അപ്പോൾ ജാസി ചേട്ടൻ പറഞ്ഞ പോലെ ആക്രാന്ത് നമുക്ക് കുറച്ച് കുറയ്ക്കാം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. കുപ്പുസ്വാമി സർ, മാർക്സ് ഓൺ 30. 24 on 30. Mahdi ma'am, 24. 24 on 30 again. Jasi sir, സ്പീഡ് കൂടിയോണ്ട് 24. 24 on 30. അപ്പോൾ 72 on 90. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പെർഫോമൻസ് എനിക്ക് കോൺഫിഡൻസ് തരുന്ന പോലെ സ്വന്തം മോൾസ് കുറച്ചൊരു കോൺഫിഡൻസ് ഗെയിം അപ്പ് ചെയ്യും. ഓക്കെ, എന്തായാലും നിസാറുദ്ദീൻ്റെ നല്ലൊരു പെർഫോമൻസിന് ശേഷം അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം പെർഫോം ചെയ്ത് കഴിഞ്ഞു. സോ എന്താണ് ഇനി our celebrity judge. So let's welcome Kuppusamy sir for another brilliant performance. വൃശ്ചികമാസം വന്നല്ലോ, ഭക്തിയിൽ ഉള്ളുതെളിഞ്ഞല്ലോ, ഇരുമുടി കട്ടാനായി വണ്ണാട്ടേ വണ്ണാട്ടേ, ഇരുമുടി കട്ടാനായി വണ്ണാട്ടേ വണ്ണാട്ടേ. വൃശ്ചികമാസം വന്നല്ലോ, ഭക്തിയിൽ ഉള്ളുതെളിഞ്ഞല്ലോ, ഇരുമുടി കട്ടാനായി വണ്ണാട്ടേ വണ്ണാട്ടേ. വൃശ്ചികമാസം വന്നല്ലോ, ഭക്തിയിൽ ഉള്ളുതെളിഞ്ഞല്ലോ,
മാലയണിഞ്ഞല്ലോ നിറതിരി വയ്ക്കാനായി വന്നാട്ടെ വന്നാട്ടെ മണ്ഡലമാസം വന്നല്ലോ ചന്ദനമാലയണിഞ്ഞല്ലോ നിറതിരി വയ്ക്കാനായി വന്നാട്ടെ വന്നാട്ടെ കഷ്ടതയെല്ലാം തീരട്ടെ കഷ്ടതയെല്ലാം മാറട്ടെ സ്വാമി പാദം കണ്ടു തൊഴാം നോൻപു നോക്കി ഞങ്ങളയ്യാ പണ്ടല്ലോ പമ്പയിൽ ഉണ്ണിയെ കണ്ടല്ലോ കഥ ചൊല്ലി പോകാനായി വന്നാട്ടെ വന്നാട്ടെ പന്തളരാജൻ പണ്ടല്ലോ പമ്പയിൽ ഉണ്ണിയെ കണ്ടല്ലോ കഥ ചൊല്ലി പോകാനായി വന്നാട്ടെ വന്നാട്ടെ കാട്ടിലെ ദേവരെ കാണുന്നേ കാത്തിരുപ്പെല്ലാം തീരുന്നേ സ്വാമി വാഴും ശബരിമല കാണാൻ പോകും എങ്ങനെയാ ദൈവം വാഴുന്നേ ചങ്കടമെല്ലാം മായുന്നേ മുളന്തുടി കൊട്ടാനായി വന്നാട്ടെ വന്നാട്ടെ എങ്കട ദൈവം വാഴുന്നേ ചങ്കടമെല്ലാം മായുന്നേ മുളന്തുടി കൊട്ടാനായി വന്നാട്ടെ വന്നാട്ടെ ചെങ്ങനലാഴിയൊറുക്കുന്നേ എന്തകത്തയ്യോ തുള്ളുന്നേ സ്വാമി വാഴും ശബരിമല കാണാൻ പോകും എങ്ങടയ്യാ പെർഫോമൻസിന് ശേഷം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ കാണുന്നവരെ ഗുഡ് നൈറ്റ്, ശുഭരാത്രി ഫ്രം മിന്നാമിനുങ്ങ്. தஞ்சாவூர் மண்ணை எடுத்து தாலி ஒண்ணு செய்ய சொன்னேன் தஞ்சாவூர் மண்ணை எடுத்து தாலி ஒண்ணு செய்ய சொன்னேன் தாலி இருக்கும் மட்டத்திலே நான் தங்கி இருப்பேன் திட்டம் போல வாடாதே நீ வாடாதே வசந்த மல்லிகை ரோசாவே நீ வாடாதே வசந்த மல்லிகை ரோசாவே தஞ்சாவூர் மண்ணை எடுத்து தாலி ஒண்ணு செய்ய சொன்னேன் தஞ்சாவூர் மண்ணை எடுத்து
കുട്ടിയോടി തങ്കമ്മേ ആണിന്റെ മാനവും കാക്കണതാരടി തങ്കമ്മോ ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണോടി തങ്കമ്മേ ആണിന്റെ മാനവും കാക്കണതാരടി തങ്കമ്മോ ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണോടി തങ്കമ്മേ മരുത്തണ്ടപ്പവും ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പറക്കം ബദലിനോടുക്കം കുട്ടിയോടി തങ്കമ്മേ മരുത്തണ്ടപ്പവും ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പറക്കം ബദലിനോടുക്കം കുട്ടിയോടി തങ്കമ്മേ മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ ഒരു മിന്നാമിനുങ്ങിന്റെ ക്ഷണിക ജീവിതം പോലെ തിളക്കമാർന്ന ഓർമ്മകൾ സമ്മാനിച്ച് ബഹുമുഖ പ്രതിഭയായ ഒരു ജനകീയ കലാകാരൻ തിടുക്കത്തിൽ യാത്രയായി. പച്ചയായൊരു മനുഷ്യസ്നേഹിയായിരുന്നു ദീനാനുകമ്പ കൈമുതലാക്കിയിരുന്ന കലാഭവൻ മണി. നാടൻ പാട്ടുകളെ ഇത്രയധികം ജനകീയമാക്കിയ മറ്റൊരു കലാകാരൻ നമുക്കില്ല. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. തന്റെ ജീവിതാനുഭവങ്ങളുടെയും ഭൂമികയുടെയും പശ്ചാത്തലത്തിൽ മണി സമ്മാനിച്ച നാടൻ ശീലുകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റുപാടുന്നു. കീഴാളന്റെ വേദനയും അതിജീവനത്തിന്റെ രാഷ്ട്രീയവും ജീവിതഗന്ധിയായ ബിംബങ്ങളും ഹാസ്യാത്മകമായ നുറുങ്ങുകളുമൊക്കെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച ഈ ബഹുമുഖ പ്രതിഭ അന്യം നിന്നുപോകുമായിരുന്ന ഒരു ഗാനശാഖയെ കൈപിടിച്ചുയർത്തി അവിടെ സ്വതസിദ്ധമായ കയ്യൊപ്പും ചാർത്തി. പണം കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. സംഭവബഹുലമായ 45 വർഷങ്ങൾ മാത്രം തിളങ്ങി നിന്ന് വിൺമറഞ്ഞുപോയ കലാഭവൻ മണി എന്ന ഏകാന്ത താരകത്തിനും ക്യാമറയ്ക്ക് പുറത്തെ അഭിനയം അന്യമായിരുന്ന ഉപാധികളില്ലാത്ത സ്നേഹം മുഖമുദ്രയാക്കി മൺമറഞ്ഞുപോയ മണിച്ചേട്ടൻ എന്ന മനുഷ്യസ്നേഹിക്കും നാടൻ പാട്ടുകളുടെ രാജകുമാരനും കൈരളി സമർപ്പിക്കുന്ന ഗാനാഞ്ജലിയാണ് മിന്നാമിനുങ്ങ് എന്ന ഈ റിയാലിറ്റി ഷോ.